32 ലക്ഷം റംസാൻ കിറ്റുമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ഏകദേശം 3000 മുസ്ലിം പള്ളികളോട് ചേർന്ന് 32,000 മൈനോറിറ്റി മോർച്ച വർക്കേഴ്സ് ഏകദേശം 32 ലക്ഷം മുസ്ലിം സഹോദരങ്ങൾക്ക് കിറ്റ് നൽകും. ഇത് യഥാർത്ഥത്തിൽ തന്ത്രമാണോ അതോ സ്നേഹമാണോ ആത്മാർത്ഥമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിന്റെ പോസിറ്റീവ്സ് ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. സ്വാഗത് എ മോദി എന്നാണ് ഈ ക്യാമ്പയിന്റെ പേര്. നാഷണൽ ലെവൽ മീഡിയ മൈനോറിറ്റി മോർച്ച ഇൻചാർജ് യാസിർ സിലാനിയാണ് BJPയുടെ സമക്ഷം ഈ സ്വാഗത് എ മോദി എന്ന് പറയുന്ന കാര്യം ചെയ്തത്. 3000-ഓളം മോസ്കുകളോട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് 32 മുസ്ലിം കുടുംബങ്ങൾക്ക് ചെയ്യുന്നത്. അതിൽ സ്ത്രീകൾക്ക് കിറ്റുകൾ ഉണ്ടാകും, പുരുഷന്മാർക്ക് കുർത്ത പൈജാമ ഉണ്ടാകും. ഓരോ കിറ്റിനും 500 മുതൽ 600 രൂപ വരെ ഏകദേശം ചിലവാക്കുമെന്നാണ്. അതായത് 32 ലക്ഷം കിറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ഏകദേശം 180-200 കോടി രൂപയോളം ഏകദേശം അതിന് ചെലവാകുമെന്ന് പറയാം നമുക്ക് ഉദ്ദേശിക്കാം. അതിൽ ഫുഡ് ഐറ്റംസ് കാണും, ക്ലോത്ത്സ് കാണും, വെർമിസെല്ലി കാണും, ഡേറ്റ്സ് കാണും, ഡ്രൈ ഫ്രൂട്ട് കാണും, ഷുഗർ കാണും, അല്ലെങ്കിൽ പഞ്ചസാര കാണും. ഇതാണ് സ്വാഗത് എ മോദി എന്ന് പറയുന്ന റംസാൻ കിറ്റ്. ഓൾറെഡി 1-2 സ്ഥലങ്ങളിൽ റംസാൻ കിറ്റ് BJPക്കാർ കൊടുത്തു തുടങ്ങുന്നതിന്റെ കാഴ്ചകളും കാണുകയുണ്ടായി. വളരെ കൗതുകമുണർത്തുന്ന നന്മയുള്ളൊരു വാർത്തയാണ്. 2 രീതിയിൽ ആൾക്കാർക്ക് ഇതിനെ എടുക്കാം. മുസ്ലിം സഹോദരങ്ങൾക്ക് പലപ്പോഴും ഇതൊരു രാഷ്ട്രീയത്തിന്റെ തന്ത്രമായിട്ടും ശ്രീ മോദി ഒരു മോഡറേറ്റ് ഇമേജ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നും എടുക്കാം. ഈ ഈദ് സെലിബ്രേഷന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മാർച്ച് 31-നാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്നത്. അവിടെയാണ് 32 ലക്ഷത്തോളം പാവപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ റീച്ച് ഔട്ട് ചെയ്യാൻ ഇത് തീരുമാനിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഇതേപോലെ മറ്റ് മതവിഭാഗങ്ങളുടെ ഫെസ്റ്റിവൽസിനും സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി അടക്കമുള്ള കാര്യങ്ങളും പണ്ട് മുതലേ മഹാത്മാഗാന്ധിയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഗംഗാ ജമുനി തഹസീബ് എന്ന് പറയുന്ന കാര്യം ഉയർത്തിപ്പിടിക്കാനാണ് എന്ന് പറയുകയുണ്ടായി. ഇത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇവിടെയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇതിനെ വെൽക്കം ചെയ്യണം. പ്രത്യേകിച്ച് എല്ലാ ജനവിഭാഗങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഇതിനെ വെൽക്കം ചെയ്യണം. കാരണം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം, അദ്ദേഹം ഗാന്ധി സങ്കല്പ യാത്രകളൊക്കെ BJPക്കാരെ കൊണ്ട് ചെയ്യിച്ചു. ഇത് മുസ്ലിം സമൂഹത്തിനെതിരേക്കാൾ പലപ്പോഴും വലതുപക്ഷത്ത് നിൽക്കുന്ന, BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പല സഹോദരങ്ങൾക്കും ഇസ്ലാമോഫോബിയ ഉണ്ട്, അല്ലെങ്കിൽ മനസ്സിലൊരു വിദ്വേഷവും മറ്റുമുണ്ട്. അതാണ് പല രീതിയിൽ പ്രസ്താവനകളും മറ്റുമായിട്ട് വരുന്നത്. അത് പലപ്പോഴും ഉള്ളിൽ നിന്ന് വരുന്ന വിദ്വേഷവുമല്ല. BJPയുടെ ഉന്നത തലത്തിൽ നിൽക്കുന്ന നേതാക്കൾ പലപ്പോഴും മുസ്ലിം വിരോധം അഭിനയിക്കുകയാണ്. കാര്യം താഴെ തട്ടിലുള്ള ആൾക്കാരെ ഒന്ന് എനർജൈസ് ചെയ്യാൻ. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ചയില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടാൻ സ്പേസും ഇടവും ഒന്നുമില്ല. അപ്പോൾ പലപ്പോഴും ഒരു ശത്രുവിനെ മറുഭാഗത്തുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കള്ളം പറഞ്ഞാണ് ഞങ്ങളുടെ ആൾക്കാരെ നമ്മൾ ഒരുമിപ്പിക്കുന്നത്. അതായത് ലവ് ജിഹാദും ലാൻ ജിഹാദും തുപ്പൽ ജിഹാദും ഉണ്ട്, നമ്മളെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നു, നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു. പണ്ട് ക്രിസ്ത്യാനികൾ, ഇപ്പം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് നോക്കുന്നതുകൊണ്ടാണ് ആ രീതി ക്രിസ്ത്യാനികൾക്കെതിരെ പറയാത്തത്. ക്രിസ്ത്യാനികൾ ഗ്രാമാന്തരങ്ങൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പലപ്പോഴും ഞാനൊക്കെ ആക്ടിവിസം തുടങ്ങുമ്പോൾ കേട്ടിട്ടുള്ള കഥ. അതിൽ നിന്ന് വിഭിന്നമായി ഒരു ഗാന്ധിയൻ പാത, ഒരു റൈറ്റിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന ഗാന്ധിയൻ പാത, ഇതേപോലെ ലെഫ്റ്റിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന ഗാന്ധിയന്മാരൊക്കെ ഉണ്ട്. ജഗത്പ്രകാശ് നാരായണനെ പോലുള്ള ഒരുപാട് പേർ. അതേപോലെ ഒരു വലതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഗാന്ധിയൻ പാത ഉണ്ടാക്കാനാണ് ശ്രീ നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അദ്ദേഹം അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഈ തീവ്ര ഗോഡ്സേവാദികളെ അകറ്റി നിർത്തി, തീവ്ര വലതുപക്ഷക്കാരെ അകറ്റി നിർത്തി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ബഹുസ്വര ഹിന്ദു സമൂഹത്തിന്റെ, ഭാരത സമൂഹത്തിന്റെ നിർമ്മാണമാണ്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ നിർമ്മാണമാണ്, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിർമ്മാണമാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഇതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കണം. ആ കിറ്റുകൾ ചില ആൾക്കാർ ഉള്ളിൽ ആത്മാർത്ഥത ഇല്ലാതായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ നന്മ ചെയ്ത് അവരുടെ ഉള്ളിൽ പോലും നന്മയുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ആ ഗാന്ധിയൻ ലൈനിലൂടെ പോകുമ്പോൾ നമ്മുടെ രാജ്യം നന്നാവും, നമുക്ക് ഐക്യമുണ്ടാകും, യോജിപ്പുണ്ടാകും. ഏതായാലും സ്വാഗത് എ മോദിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. അത് നന്നായി വരട്ടെ. 100% ആത്മാർത്ഥമായിട്ടാണോ അല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ നമുക്ക് പിന്നീടാകാം. പക്ഷേ ആ നന്മയിൽ, പരസ്പരം യോജിപ്പിൽ കൂടുതൽ കാണുമ്പോൾ, പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരു നന്മയും സ്നേഹവും ഉണ്ടാകും. അതിലൂടെ നമ്മുടെ രാജ്യത്ത് ഐക്യം ഉണ്ടാകട്ടെ, അതിലൂടെ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും.